കേരളത്തിലെ കോൺഗ്രസ് അതിൻ്റെ അധ്യക്ഷനെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോ ഒന്നും നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡും അതുപോലെ തന്നെ ലോ കമാൻഡും ഒക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ദീപാദാസ് മുൻഷി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പ്രിയരഞ്ജൻ ദാസ് മുൻഷി എന്നാണ് അറിയാതെ പറഞ്ഞു പോയത്, അത് ക്ഷമിക്കണം. കാരണം പ്രിയരഞ്ജൻ ദാസ് മുൻഷി എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ദീപാദാസ് മുൻഷി, ആ ദീപാദാസ് മുൻഷി കേരളത്തിൽ വന്ന് ചില ചർച്ചകളൊക്കെ നടത്തുകയും അങ്ങനെ ചർച്ചകളൊക്കെ നടത്തി ചില റിപ്പോർട്ടുകളൊക്കെ ഹൈക്കമാൻഡിന് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഹൈക്കമാൻഡ് ഇത് മാറ്റണം എന്നാണ് ആഗ്രഹം. പക്ഷെ മാറ്റുമ്പോൾ ഇത് ആരെ വെക്കും എന്നുള്ളത് അടുത്തൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം കെ സുധാകരനെ എങ്ങനെ മാറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഖാർഗെജിയും അതുപോലെ തന്നെ രാഹുൽജിയും കൂടി വിളിച്ചിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് തന്നെ ഒരു തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞാണ് വിട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ തീരുമാനമെടുക്കൂ, അത് കെ സുധാകരനെ തന്നെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും കെ സുധാകരൻ വിചാരിച്ചത് ഞാനിപ്പോൾ മാറുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം അവിടെ പിടിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, അപ്പോൾ അദ്ദേഹം പുതിയൊരു കാര്യം കൂടി ഉന്നയിച്ചിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് ദീപാദാസ് മുൻഷിയെ മാറ്റണം എന്നുകൂടിയാണ് സുധാകരപക്ഷം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു മണ്ടൻ തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് എടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നമ്മൾ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാരണം ഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും മണ്ടൻ തീരുമാനങ്ങളെടുത്ത് ഇവർ സ്വന്തം പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന പണിയാണ് കാണിച്ചിട്ടുള്ളത്. അത് പഞ്ചാബിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, രാജസ്ഥാനിൽ നിന്നുള്ള പ്രമുഖനായിട്ടുള്ള അവിടെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ അഖിലേന്ത്യാ പ്രസിഡന്റാകാൻ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വേണ്ട ഞാനിവിടെ മുഖ്യമന്ത്രിയായി ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള തന്നെ 90 MLA കൊണ്ട് രാജിവെപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ അതായത് അഖിലേന്ത്യാ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും ആകണ്ട, പകരം എവിടെ ഇരുന്നാൽ മതി, രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായി ഇരുന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കോൺഗ്രസിലൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തീരുമാനം തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. ആ തീരുമാനം ഇപ്പോൾ ഏതാണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത് ആൻ്റണിയെ വെക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ സുവർണകാലമായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം ആൻ്റണി പത്തനംതിട്ടയിൽ നിന്നാണ് 4 തവണ MP ആയത്. 4ാമത്തെ തവണയ്ക്ക് അദ്ദേഹം MP ആയത് യഥാർത്ഥത്തിൽ അനിൽ ആൻ്റണിയെ പോലെയുള്ള ചില എതിരാളികളെ മത്സരിക്കാൻ കിട്ടിയതുകൊണ്ടും പിന്നെ ഭരണവിരുദ്ധ വികാരം അത്ര അധികം ഉണ്ടായതുകൊണ്ടുമാണ് അദ്ദേഹമൊക്കെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹം പണ്ടേ തോറ്റേനെ. കാരണം പത്തനംതിട്ടയിലെ സ്വന്തം വാർഡിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഈ ആൻ്റണിയിലേക്ക് എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ ആ എത്തിയതിൻ്റെ കഥയാണ് നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ആൻ്റണിയിലേക്ക് എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കത്തോലിക്കനായിട്ടുള്ള ഒരാളെ വെക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു. അത് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന തോന്നലുണ്ട്. അത് KM മാണിയൊക്കെ മരിച്ചതിന് ശേഷം അവർക്കൊരു നേതാവില്ലാതായി എന്ന് പറയുന്ന തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നലുള്ളത് കൊണ്ട് ഒരു KM മാണിക്കൊക്കെ പകരം നിൽക്കുന്ന ഒരു നേതാവായിട്ടായിരിക്കും ആൻ്റണിയെ തീരുമാനിച്ചിട്ടുള്ളത്. തലക്ക് വെളിവുള്ള ആരെങ്കിലും അങ്ങനെ കണക്കുകൂട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡ് അങ്ങനെ പല അത്ഭുതങ്ങളൊക്കെ കാണിക്കും. അതുകൊണ്ട് അവരിപ്പോൾ ആൻ്റണിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ വിട്ടുപോകുന്നു എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 18 സീറ്റിലും കോൺഗ്രസ് ജയിച്ചെങ്കിലും ചിലപ്പോൾ തൃശ്ശൂരടക്കം പല സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള അകൽച്ച നമുക്ക് വ്യക്തമായി കാണാം. പക്ഷെ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് വിചാരിക്കുന്നത് KPCC പ്രസിഡൻ്റായി ഏതെങ്കിലും ഒരു കത്തോലിക്കനെ വെച്ചാൽ പിന്നെ എല്ലാ ക്രിസ്ത്യൻസും വന്നിട്ട് ഇനി ഇപ്പം ഞങ്ങൾക്ക് പേടിക്കാനില്ല, കാരണം KPCC പ്രസിഡൻ്റായി ഒരു കത്തോലിക്കൻ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമെന്നൊന്നും വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ അഭിമാനത്തോടു കൂടി ഈ പറയുന്ന KPCC പ്രസിഡൻഷിപ്പിനൊന്നും കാണാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടൊക്കെ വോട്ട് വരും എന്നുള്ളത് വെറും മണ്ടൻ ധാരണയാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസിൻ്റെ വെറും ഗിമ്മിക്ക് മാത്രമാണ്. ഇനി യഥാർത്ഥത്തിൽ ഇതിന് പകരം പലരെയും അവർ പരിഗണിച്ചതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പൊങ്ങി വന്ന പേരുകളിലൊന്ന് ബെന്നി ബെഹനാൻ്റെയാണ്. അദ്ദേഹം വലിയ തോതിൽ സംഘടനാ പാഠവുമുള്ള ഒരു നേതാവാണ്. ആ സംഘടനാ പാഠവുമുള്ള നേതാവാണെങ്കിൽ പോലും അദ്ദേഹം യാക്കോബായ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിയാവില്ല എന്ന് വന്നിട്ടാണ് അത് വെട്ടിയത്. ഇനി രണ്ടാമത്തേത് ഉയർന്നു വന്നത് സണ്ണി ജോസഫിൻ്റെ പേരാണ്. സണ്ണി ജോസഫ് വന്നപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടിയേറ്റ ക്രിസ്ത്യനാണ്, അതുകൊണ്ട് അത് പോരാ, പകരം കോട്ടയത്ത് നിന്ന് തന്നെയുള്ള സുറിയാനി കത്തോലിക്കൻ തന്നെ വേണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ആൻ്റണിക്ക് നറുക്ക് വീണിട്ടുള്ളത്. ഇനി നറുക്ക് വീഴാൻ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. കാരണം അത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിന് മുമ്പ്, അതായത് ആന്റോ ആന്റണി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ഒരു വിരുന്നാണ്. ആ വിരുന്ന് ഒന്നും കാണാതെ കാശ് മുടക്കിയതല്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അത് അദ്ദേഹം ജിംഖാന ക്ലബ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഏതാണ്ട് ഒരു 400ഓളം വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പാർട്ടി നടത്തി, ഒരു ക്രിസ്മസ് പാർട്ടി നടത്തി. ആ ക്രിസ്മസ് പാർട്ടിയിൽ നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ പങ്കെടുത്തു. അതായത് രാഹുൽ ഗാന്ധി പങ്കെടുത്തു, പിന്നെ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു, പിന്നെ ഡെറിക് ഒബ്രെയിൻ പങ്കെടുത്തു, പിന്നെ നിരവധി ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, എന്തിനേറെ പറയുന്നു, നമ്മുടെ ഒരു പ്രയോജനമില്ലാതെ ഇവിടെ നിൽക്കുന്ന തോമസ് കെ തോമസ് അടക്കം പങ്കെടുത്തു അവിടെ. കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യാം, അതിൽ പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പങ്കെടുത്തു. പിന്നെ വിദേശ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ, അംബാസഡർമാർ, അതുപോലെയുള്ള ചില ഒഫീഷ്യൽസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്ത് വിരുന്നിൽ പങ്കെടുത്തു. പിന്നെ 2 ബിഷപ്പുമാർ, കത്തോലിക്ക ബാവ അടക്കമുള്ള 2 ബിഷപ്പുമാർ അതിനകത്ത് പങ്കെടുത്തു. പിന്നെ ഇതൊക്കെ കൂടാതെ ചില സമ്പന്നരായിട്ടുള്ള വ്യവസായികൾ, ഇപ്പോൾ അലക്സ് മുത്തൂറ്റിനെ പോലെയുള്ള ആളുകളൊക്കെ അതിനകത്ത് പങ്കെടുത്തു. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പങ്കെടുത്തു. പിന്നെ നമ്മൾ അറിയേണ്ടത്, ഇതിനെല്ലാം പുറമെ അവിടെ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആന്റോ ആന്റണി തന്നെ അവതരിപ്പിച്ചാലും ഗംഭീരമായ മാജിക്. കാരണം ഇത്തരത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ KPCC പ്രസിഡന്റായുള്ള മാജിക്കൊക്കെ അദ്ദേഹത്തിനാണ് കൂടുതൽ അറിയുന്നത്. ഗോപിനാഥ് മുതുകാടിന് അത്രത്തോളം അറിയില്ല. പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ കലാപരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കലാപരിപാടികളൊക്കെ അടക്കി ഏതാണ്ട് ഒരു 1 കോടി രൂപയോളം വരുന്നൊരു ചടങ്ങാണ് അവിടെ നടത്തിയത്. അതിൻ്റെ ഒരു പെർ പ്ലേറ്റിന് ഒരാൾക്ക് തന്നെ ഏതാണ്ട് ഒരു 2000-2500 രൂപ വരും. അവിടുത്തെ ഒരു 4 നോൺ വെജ് ഒക്കെ കൂട്ടിയിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം തന്നെ. ബിഷപ്പും അലക്സ് മുത്തൂറ്റൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് കുറക്കാനൊന്നും പറ്റില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും അത് ഗംഭീരമായിട്ട് അതിന് ആതിഥേയത്വം വഹിച്ചത് ആന്റോ ആന്റണിയാണ്. കയ്യിലുള്ള ചില്ലറ മുഴുവൻ മുടക്കിയത് ഈ ആന്റോ ആന്റണിയാണ്. അപ്പോൾ ഒന്നും കാണാതെ പട്ടര് കുളത്തി ചാടില്ല എന്ന് പറയുന്നത് പോലെ ആന്റോ ആന്റണി അങ്ങനെ ഒന്നും കാണാതെ കാശ് മുടക്കുന്ന ഒരാളാണ്, ക്രിസ്മസിൻ്റെ സന്തോഷം കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് നിഷ്കളങ്കരായ നിങ്ങളാരെങ്കിലും വിചാരിക്കുമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ കാര്യം ബുദ്ധിയുള്ള കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ഇദ്ദേഹം വളരെ പഠിച്ച അഭ്യാസി കൂടിയാണ്. അദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കൂടെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അത്രത്തോളം പ്രശ്നമാണ് എന്ന് മനസ്സിലായി. ഉമ്മൻചാണ്ടി ഇല്ലാതാകുന്ന ഘട്ടത്തിൽ അദ്ദേഹം നേരെ KC വേണുഗോപാലിൻ്റെയും അതുപോലെ VD സതീശൻ്റെയൊക്കെ ഗ്രൂപ്പിനൊപ്പം ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പണം ഇപ്പോൾ 1 കോടി രൂപ മുടക്കിയല്ലോ എന്നൊക്കെ കേട്ട് തലയിൽ കൈവെക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരൊന്നും കേട്ട് പേടിക്കണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ വലിയ സമ്പാദ്യശീലമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ സമ്പാദ്യശീലമുള്ളവരായതുകൊണ്ട് അവരൊക്കെ വലിയ തോതിൽ സമ്പാദ്യം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 കോടി രൂപയൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അതിന് ചില ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. മുഴുവൻ ഉദാഹരണം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ നീളും. അതിലൊരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ജെയിംസ് ആൻ്റണി എന്നാണ്. ആ ചേട്ടൻ്റെ വിളിപ്പേരെന്ന് പറയുന്നത് ബോബി ആൻ്റണി എന്നായിരുന്നു വിളിപ്പേര്. അപ്പോൾ അദ്ദേഹം മുന്നിലാവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കൂടാതെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണോട്ടെ, മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ആ മണ്ഡലം പ്രസിഡൻ്റ് തന്നെ സാധ്യതകൾ എത്രത്തോളമാണെന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അദ്ദേഹം ആ മണ്ഡലം മുന്നിലാവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നുകൊണ്ട് ഏതാണ്ട് ഒരു 16 കോടി രൂപയുടെ ക്രമക്കേടാണ് കാണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരക്കണക്കിന് CSI ST വിഭാഗത്തിൽപ്പെടുന്ന മലയരയന്മാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ മുന്നിലാവ് സഹകരണ സംഘത്തിൻ്റെയൊക്കെ താഴെ വരുന്നത്. അപ്പോൾ ആ ഏരിയയിൽ ആളുകളൊക്കെ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി വരുമ്പോൾ 1,50,000 എന്നൊക്കെ പറഞ്ഞ് ലോൺ എടുക്കാൻ വേണ്ടി പാവപ്പെട്ട ആളുകളൊക്കെ എത്തും. അപ്പോൾ അദ്ദേഹം ചെറിയൊരു കാര്യമേ കാണിച്ചിട്ടുള്ളൂ. അദ്ദേഹം ആ 1,00,000-ൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു പൂജ്യം കൂടി ചേർക്കും. ആ പൂജ്യം ചേർത്ത് അവർ ചോദിച്ച ലോൺ അവർക്കും കൊടുക്കും, ബാക്കിയുള്ള കാശ് ഇദ്ദേഹവും എടുക്കും. അപ്പോൾ 50,000-ൻ്റെ ഇപ്പുറത്ത് ഒരു പൂജ്യം ചേർക്കുമ്പോൾ 5 ലക്ഷമായി. അപ്പോൾ 4 ലക്ഷം രൂപ കിട്ടും. 1 ലക്ഷം രൂപയുടെ തൊട്ടിപ്പുറത്ത് ഒരു പൂജ്യം ചേർക്കുമ്പോൾ 10 ലക്ഷം രൂപ, 9 ലക്ഷം രൂപ പുള്ളിക്ക് കിട്ടും. അങ്ങനെയുള്ള ചെറിയ ഒരു പൂജ്യത്തിൻ്റെ കളികൾ മാത്രമേ, ഒരു മാജിക്ക് മാത്രമേ അദ്ദേഹം കാണിച്ചിട്ടുള്ളൂ. ഗോപിനാഥ് മുതുകാട് പോലും ഇത്ര നല്ല മാജിക്ക് അവിടെ കാണിച്ച് കാണും ഡൽഹിയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ള വലിയ മാജിക്കുകൾ കാണിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൻ്റെ കല്യാണത്തിൽ തന്നെ ഈ പറയുന്ന ചേട്ടൻ മരിച്ചു എന്നാണ് അറിയുന്നത്. അതിനുശേഷം ആന്റോ ആൻ്റണിയും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 4-5 കോടി രൂപയുടെ വീട് ഇപ്പോൾ ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം.
പിന്നെ അതിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ്. മറ്റാളുകളൊക്കെ നല്ല രീതിയിൽ സമ്പാദ്യശീലമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേര് ചാൾസ് ആൻ്റണി എന്നാണ്. ചാൾസ് ആൻ്റണി എന്ന് പറയുന്നത് നേരത്തെ തന്നെ PC ജോർജൊക്കെ അതിശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ഒരാളാണ്. അത് പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കൂടാതെ ഒരു പാലാ കോപ്പറേറ്റീവ് ജീവനക്കാരുടെ ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. ആ പ്രസിഡൻ്റായിട്ടുള്ള ഈ ചാൾസ് ആൻ്റണിയും ചെറിയ തോതിൽ ഒരു കോടികൾ വെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു അനിയനും കൂടിയുണ്ട്. അതിൻ്റെ പേര് ജോസ് ആൻ്റണി എന്നാണ്. ജോസ് ആൻ്റണിയും ഈ പറയുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ആൻ്റോ ആൻ്റണിയെ പോലെ വളരെ തൽപരനായിട്ടുള്ള ഒരാളായിരുന്നു. ആ തൽപരനായിട്ടുള്ള ഒരാളായതുകൊണ്ട് ജോസ് ആൻ്റണി മേലുകാവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ തലവനായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കോടികളുടെ ആരോപണം, തട്ടിപ്പ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പാരമ്പര്യം വെച്ച് എനിക്ക് പറയാനുള്ളത് ആൻ്റോ ആൻ്റണി സർവ്വതാ യോഗ്യനാണ്, അർഹനാണ് KPC പ്രസിഡൻ്റാകാൻ. KPC പ്രസിഡൻ്റായാൽ ഇനി കോൺഗ്രസ്സിന് വെച്ചടി കയറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് DK ശിവകുമാർ കർണാടകയിൽ പ്രസിഡൻ്റായതാണ്. അവിടെയും KPCC തന്നെയാണ് പ്രസിഡൻ്റായി. അദ്ദേഹം പക്ഷേ വലിയ സമ്പന്നനാണ്. 1400 കോടി രൂപയുടെ അസറ്റുള്ള ഒരാളാണ്, ബിസിനസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. നിരവധി ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പക്ഷേ അദ്ദേഹം 1.5 കൊല്ലം ആ കർണാടക മുഴുവൻ ഓടി നടന്ന് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വരുന്ന യൂണിറ്റുകളൊക്കെ തന്നെ, ബൂത്ത് കമ്മിറ്റികളൊക്കെ തന്നെ വലിയ തോതിൽ പുനരുജ്ജീവിപ്പിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ എന്താണെങ്കിലും സമ്പാദ്യമുള്ളത് കൊണ്ടും ഈ കത്തോലിക്ക ബാവമാരടക്കമുള്ള ആളുകളെയും ബിഷപ്പുമാരെയൊക്കെ സൂചിപ്പിക്കാൻ അറിയാവുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഇതുപോലെ വിരുന്ന് നടത്താനുള്ള വലിയ പണമുള്ളത് കൊണ്ടുമൊക്കെ തന്നെ ആൻ്റോ ആൻ്റണി ഇപ്പോഴുള്ള കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകാൻ സർവ്വതാ യോഗ്യനാണ്. പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. 2026 തെരഞ്ഞെടുപ്പിൽ വെറുതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മതി, ആൻ്റോ ആൻ്റണി ജയിപ്പിച്ചോളും.